വരുന്ന ബജറ്റിൽ റെയിൽവേ വികസനത്തിന് പ്രത്യേക പദ്ധതികൾ അനുവദിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. അടിസ്ഥാന സൗകര്യമില്ലാത്തതാണ് കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കാൻ തടസ്സമായി കേന്ദ്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് പരിഹാരം കാണാനുള്ള പദ്ധതികൾ ഉണ്ടാകുമോ എന്നാണ് കേരളം കാത്തിരിക്കുന്നത്. വേണ്ടത്ര അടിസ്ഥാന സൗകര്യമില്ലാത്തതാണ് കേരളത്തിന് കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കുന്നതിന് തടസ്സമായിട്ടുള്ളത്. ട്രെയിനുകളുടെ മെയിൻ്റനൻസ് നടത്തുന്നതിന് ആവശ്യമായ പിറ്റ് ലൈനുകൾ മലബാർ മേഖലയിലില്ലാത്തതിനാൽ ഇവിടെ നിന്നും പുറപ്പെടുന്ന തരത്തിൽ ട്രെയിനുകൾ അനുവദിക്കാൻ കഴിയുന്നില്ല. പ്രധാന ജംഗ്ഷനായിട്ടും ഷൊർണൂരിൽ കൂടുതൽ പിറ്റ് ലൈനുകൾ നിർമ്മിക്കാനായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഷൊർണൂരിൽ നിന്നും സർവീസ് ആരംഭിക്കുന്ന ദീർഘദൂര ട്രെയിനുകൾ ഇല്ലാത്തത്. തിരുവനന്തപുരത്തും കൊച്ചിയിലും മാത്രമാണ് പിറ്റ് ലൈനുകൾ ഉള്ളത്. എന്നാൽ കൂടുതൽ ട്രെയിനുകൾ പരിശോധിക്കാനുള്ള സംവിധാനം ഇവിടെയില്ല. ഇതിനു പുറമെ സിഗ്നലിംഗ് സംവിധാനം പരിഷ്കരിക്കേണ്ടതുണ്ട്. നിലവിൽ മണിക്കൂറിൽ 5 ട്രെയിനുകൾ കടന്നു പോകുന്നതിനുള്ള സിഗ്നലിംഗ് സംവിധാനമാണുള്ളത്. ഇത് പരിഷ്കരിച്ചാൽ 10 ട്രെയിനുകൾ വരെ കടത്തിവിടാൻ കഴിയും. മലബാർ മേഖലയിൽ വൈദ്യുതീകരണം പൂർത്തിയാകേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ മെമു ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ ഈ ഭാഗത്തേക്ക് അനുവദിക്കാൻ കഴിയൂ. പാലക്കാട് പൊള്ളാച്ചി പാത ഈ വർഷം യാഥാർത്ഥ്യമാകുമെങ്കിലും പാലക്കാട് ടൗണിൽ നിന്നും നേരിട്ട് ഷൊർണൂരിലേക്ക് പോകാനുള്ള ലിങ്ക് ലൈൻ നിർമ്മിക്കണം. അല്ലാത്തപക്ഷം ദീർഘദൂര ട്രെയിനുകൾക്ക് കൂടുതൽ സമയം എഞ്ചിൻ മാറുന്നതിനായി മാറ്റിവെക്കേണ്ടി വരും. കേരളത്തിലോടുന്ന ട്രെയിനുകളുടെ കോച്ചുകൾ പലതും കാലഹരണപ്പെട്ടതിനാൽ പുതിയ കോച്ചുകൾ അനുവദിക്കേണ്ടതുണ്ട്. ഇതിനു പുറമെ പാസഞ്ചർ ട്രെയിനുകളിൽ അധിക കോച്ചുകളും ആവശ്യമാണ്. വരുന്ന ബജറ്റിൽ ഇത്തരം കാര്യങ്ങളിൽ അനുകൂല പ്രഖ്യാപനമുണ്ടായാൽ കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് കൂടുതൽ വേഗം കൈവരിക്കും. റിപ്പോർട്ടർ, പാലക്കാട്.